കണ്ണൂരിൽ കോൺഗ്രസിന്റെ തലവേദന ഒഴിയുന്നില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ണൂർ മണ്ഡലം ഒഴിച്ചിട്ടിരിക്കുകയാണ്. എംപിമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ പിന്നാലെ നേതൃത്വവുമായി ഇടഞ്ഞ കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. എം കെ രാഘവൻ ഇന്ന് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. നിലപാട് വ്യക്തമാക്കാൻ കെ സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണും. അതേസമയം കെ സുധാകരൻ അഭിവാദ്യം അർപ്പിച്ച് KPCC പ്രസിഡന്റ് മണ്ഡലമായ പേരാവൂരിൽ സുധാകരൻ അനുകൂലികൾ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കെ സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്നാണ് പേരാവൂരിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ പ്രചാരണം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും CPM വിമത സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാനുള്ള തീരുമാനത്തെ യൂത്ത് കോൺഗ്രസ് എതിർക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, നാളെ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തു പറയും? അനുനയ നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ജില്ല സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ഡൽഹിയിലാണ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നത്. അനുനയ ശ്രമങ്ങളിലേക്ക് വഴങ്ങുമോ അതോ കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും അല്പസമയം മുൻപ് വരെ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നാലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം തന്നെയാണ് ഹൈക്കമാൻഡും നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം വന്നപ്പോഴും ആദ്യഘട്ട പട്ടികയിൽ കണ്ണൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളൊക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ണൂരും ഒപ്പം തന്നെ അടൂർ പ്രകാശ് ആവശ്യമുന്നയിച്ചിരുന്ന കോന്നിയിലും ആദ്യഘട്ട പട്ടികയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടയിൽ സുധാകരനെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ സുധാകരന്റെ ഫ്ളാറ്റിലെത്തി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ, MK രാഘവൻ അടക്കമുള്ള നേതാക്കളാണ് സുധാകരനുമായി സംസാരിച്ചത്. പക്ഷേ ആ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണാനായി തീരുമാനിച്ചിരുന്നത്. നാളെ അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ അനുനയ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് കെ സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നതെന്നുള്ളത് തന്നെയാണ്. ഈ നിലവിലുള്ള അനുനയ ശ്രമങ്ങളിലേക്ക് വഴങ്ങിക്കൊടുക്കുമോ അദ്ദേഹം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതോ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ സുധാകരന്റെ തീരുമാനമെന്നത് നാളെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.